വെയിലിന് ഒരു ചുവന്ന നിറം. കാറ്റിന് കട്ടി കൂടിയതായി തോന്നുന്നു. അതുകൊണ്ടാവാം വലിച്ചെടുക്കണമെന്ന് തോന്നുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ വായുവിന് ഒരു ചലനമുള്ളതായി കാണുന്നു. കാഴ്ചയുടെ കുഴപ്പമായിരിക്കാം. കണ്ണിന് ഏറെ നാളായി ഒരു മൂടലുണ്ട്. അതിൻ്റെ ഒരവസ്ഥയിൽ കാറ്റിനെ കാണാൻ ഒരുപക്ഷെ കഴിയുമായിരിക്കാം. രാത്രിയിലെ ഇരുട്ടിന് കട്ടി കൂടുതലാണ്. ഇരുളിൻ്റെ ഞൊറിച്ചിലുകൾക്കിടയിൽ എന്തോ അജ്ഞാത വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്. പട്ടികൾ മൂങ്ങുന്നു. ഇല്ല എന്നാണ് കുഞ്ഞുലക്ഷ്മി അമ്മ പറയുന്നത്. യമസഞ്ചാരത്തിന്റെ ലക്ഷണമുണ്ട്. തട്ടാശ്ശേരി കാവിനടുത്ത് ചെന്നാൽ യമസഞ്ചാരം ഇങ്ങോട്ടടുക്കുന്നു എന്നറിയാൻ കഴിയുന്നു. രാഘവൻ പിള്ള മരിക്കും മുമ്പ് കൊച്ചുരാമൻ പറഞ്ഞതാണ്. ചിലയിടത്ത് കൊടും തണുപ്പ്, ചിലയിടത്ത് ചൂട്. കാലനെ കാണുമ്പോഴാണ് പട്ടി മൂങ്ങുന്നത്. ഇതാ പട്ടി മൂങ്ങുന്നു. യമസാന്നിധ്യം തന്നെ. പക്ഷേ പട്ടി മൂങ്ങുന്നില്ലെന്ന് കുഞ്ഞുലക്ഷ്മി പറയുന്നു. അവൾക്ക് ചെവി കേട്ടുകൂടാ എന്ന് ശിവരാമപിള്ളയും. വേറെയും ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. എല്ലാം അലൗകികമാണ്. എങ്ങും ഇന്നോളം കേട്ടിട്ടില്ലാത്തതാണ്. തൻ്റെ ലോകത്തിന്റെ പ്രകൃതം മാറിയിരിക്കുന്നതായി ശിവരാമപിള്ളയ്ക്ക് തോന്നി. പകലിന് വ്യത്യാസം, രാത്രിയും വേറെ. അതൊരു പുതിയ ലോകമാണ്. കാറ്റും ചൂടും തണുപ്പും എല്ലാം മറ്റൊരു ലോകത്തിലേത്. കാറ്റും വെയിലും വിറകൊള്ളുന്നു. അത് കാണാം. കേൾക്കുന്ന ശബ്ദം കേട്ടിട്ടില്ലാത്തതുപോലെ തോന്നുന്നു. യമസഞ്ചാരമായിരിക്കാം ഈ മാറ്റത്തിന് കാരണം. അതേക്കുറിച്ച് പറഞ്ഞാൽ കുഞ്ഞുലക്ഷ്മി പറയും, തോന്നലാണ്. എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ടിരുന്ന് ഉണ്ടായ തോന്നലാണ്. എങ്ങനെ കുഞ്ഞുലക്ഷ്മിയെ ബോധ്യപ്പെടുത്താനാണ്? മരണം അടുത്തയാൾ ഈ വിധം ലോകബാഹ്യമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടോ? ആവോ, മരിക്കാൻ കിടക്കുന്നവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം അതായിരിക്കും. ഇപ്പോൾ പറമ്പിൽ പക്ഷികൾ ചേക്കേറാറില്ല. അവ കൂട്ടത്തോടെ സ്ഥലം വിട്ടു. ഇപ്പോൾ പറമ്പിൽ ചിറകടിയുമില്ല, കലപില ശബ്ദവുമില്ല. അവ എങ്ങോട്ട് പോയി? എവിടെയോ പുതിയ ചേക്കേറ് കണ്ടുപിടിച്ചു. ശിവരാമപിള്ളയുടെ ലോകത്ത് പക്ഷികളില്ല. പക്ഷേ രാത്രിയിൽ കാലൻ കോഴി എവിടെയോ ഇരുന്ന് കൂവാറുണ്ട്. ഓർക്കാപ്പുറത്തുള്ള കൂവൽ പേടിപ്പെടുത്തുന്നതാണ്. വലിയ വരിക്കപ്ലാവിന്റെ ഇലകൾ പഴുത്തു കൊഴിയുന്നു. മൂത്ത് മുതുക്കടിച്ച ഏതാനും ഇലകൾ നിന്നു വിറകൊള്ളുന്നുണ്ട്. അവയും താമസിയാതെ കൊഴിയും. പ്ലാവ് കമ്പുകൾ മാത്രമാകും, ഉണങ്ങിയ കമ്പുകൾ. പ്ലാവ് ഇനിയും പൊട്ടിക്കിളിർക്കുകയില്ലേ? ഇത് പുളിന്തറ പറമ്പിൽ മാത്രമേയുള്ളൂ. ഇനിയും ഈ ചൂട് മാറും, മാറി വീഴും. അപ്പോൾ കാറ്റ് കരിയിൽ നിന്നായിരിക്കും അടിക്കുക. ആ കാറ്റിന് കനം കുറവായിരിക്കും, നേർത്തതായിരിക്കും. പറവകൾക്ക് പറക്കുവാൻ കഴിയുകയില്ല. കിളി പോലും വരികയില്ല. പ്രാണവായു കുറവായിരിക്കും. തീരെയില്ല എന്നും വരും. ശ്വാസമെടുക്കാനും വിടാനും വയ്യാതെ വന്നു എന്ന് വരാം. മരണത്തോട് സമീപിക്കുകയാണോ? ശിവരാമപിള്ള സംശയിച്ചു. കുഞ്ഞുലക്ഷ്മി അമ്മ പരിഭവപ്പെടുകയാണ്. വല്ലതൊക്കെ വേണ്ട. ആ വിചാരം മനസ്സിൽ വെച്ച് പുണ്ണാക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും കേൾക്കാൻ വയ്യ. എന്നോട് ഇതൊന്നും പറയുകയും വേണ്ട. പരിക്ഷീണമായ ഒരു പുഞ്ചിരി മുഖത്ത് പരന്നോ എന്ന് സംശയിച്ചു പോകും. മാലതി വന്നു പോരുന്നതിന് ശേഷം ആ മുഖത്ത് പുഞ്ചിരി വിടർന്നിട്ടില്ല. ആ മുഖം തെളിഞ്ഞിട്ടില്ല. ശിവരാമപിള്ളയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നുവെന്ന് കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് തോന്നി. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. അതൊന്നും കേൾക്കാൻ എനിക്ക് കരുത്തില്ല. കുഞ്ഞുലക്ഷ്മി അമ്മ പെട്ടെന്ന് അവശ്യാകുന്നത് പോലെ തോന്നി. വെയിലിന്റെയും കാറ്റിന്റെയും മാറ്റം അവൾക്കും അനുഭവപ്പെടുന്നു. ആ വീട് വീർപ്പടക്കു നിൽക്കുന്നു. കാറ്റടിച്ചാലും അവിടെ ഇലകളുടെ ശബ്ദമില്ല. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. അവിടം ഒറ്റപ്പെട്ടുപോയി. ഭർത്താവിന്റെ അടുത്ത് കുഞ്ഞുലക്ഷ്മി അമ്മയും ഇരുന്നു. അത് അവരുടെ കടമയാണെന്നതുപോലെ. കുഞ്ഞുലക്ഷ്മി അമ്മ അടുത്തിരിക്കുന്നത് ശിവരാമപിള്ള അറിയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ അഗാധമായ ഒരു നിശബ്ദത അവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എത്ര കൊല്ലങ്ങളായി അവർ രണ്ടുപേരും മാത്രമായി അവിടെ കഴിയുന്നു. ആ വലിയ കെട്ടിടത്തിന്റെ ഒരറ്റത്ത് കുഞ്ഞുലക്ഷ്മി അമ്മ വീട്ടിൽപ്പെട്ട പണി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. തന്റെ ചൂരൽ കസേരയിൽ ശിവരാമപിള്ളയും ഇരിക്കും. പക്ഷേ അന്നൊന്നും ഈ വീട് നിശബ്ദമായിരുന്നില്ല. അവിടെ ശബ്ദമുണ്ടായിരുന്നു. ആ വീടിന് ജീവനുണ്ടായിരുന്നു. അതൊരു ആൾതാമസമുള്ള വീടാണെന്ന് തോന്നുമായിരുന്നു. ഇപ്പോൾ നിശബ്ദത, ശൂന്യത. ഇനിയും ഭർത്താവിന്റെ അടുത്തു തന്നെ ഇരിക്കുക എന്നത് അവർ തീർച്ചപ്പെടുത്തി. കടമയെന്നു വച്ചല്ല, അതേ കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് ചെയ്യുവാനുള്ളൂ എന്നതുപോലെ. ആ വീട് പാതിര ആയാലും ഉറങ്ങുകയില്ലായിരുന്നു ഒരു കാലത്ത്. അവിടെ ദിവസം അവസാനിച്ചിരുന്നത് പാതിര കഴിഞ്ഞായിരുന്നു. ഉടൻ തന്നെ പിറ്റേ ദിവസവും തുടങ്ങും. അന്നൊക്കെ പാടത്തും പറമ്പിലുമുള്ള വേലക്കാർക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുമായിരുന്നു. എവിടെയെല്ലാം പണിയുണ്ടോ അവിടെ എവിടെയെല്ലാം വേലക്കാരോടൊപ്പം വള്ളത്തിൽ ചോറും കൊണ്ടുപോകും. രാവിലെ തന്നെ. അപ്പോൾ വയ്പ് പാതിരായ്ക്ക് തുടങ്ങും. വീട്ടിനടുത്തുള്ള ജോലിക്കാർക്കു വേണ്ടി രണ്ടാം വയ്പാണ്. പിന്നെ ഉച്ചതിരിഞ്ഞാൽ വീട്ടിൽപ്പെട്ട പണിക്കാരുടെ അത്താഴമായി. പുളിന്തറയിൽ രണ്ടടുക്കളയാണ് അന്നുണ്ടായിരുന്നത്. വലിയ അടുക്കളയും ചെറിയ അടുക്കളയും. ഇന്ന് ആ വീട്ടിൽ നിന്നും പുക ഉയരുന്നില്ല. ഒരു കാക്ക പോലും തിരിഞ്ഞു നോക്കുന്നില്ല. പുളിന്തറയിൽ 8 പോത്തന്മാരാണ് ഉണ്ടായിരുന്നത്. 6-7 കാളകളും പശുക്കളും.
നീണ്ട 3 തൊഴുത്തുകൾ കല്ലും മരവും കൊണ്ട് പണിത് ഓടുമേഞ്ഞവയാണ്. ഇന്നും ഉരുക്കളില്ലാതെ അന്യമായി നിന്നു. പോത്തന്മാരെയും കാളകളെയും പശുക്കളെയും അമർച്ചയും ഏച്ചിൽ കുളത്തിലെ കാക്കപ്പടയുടെ ചെവി തുളയ്ക്കുന്ന കൂട്ടക്കരച്ചിലും എച്ചിൽ കുഴിയിലെ പട്ടികളുടെ കടിപിടിയും നിർത്താൻ ഗൃഹനാഥന്റെ സാന്നിധ്യത്തിന് പോലും കഴിയുമായിരുന്നില്ല. വേലക്കാർ ശിവരാമപിള്ള വന്നാൽ നിശബ്ദരാണ്. അന്ന് അതൊരു വീടായിരുന്നു. പിന്നത് 2 പേർ താമസിക്കുന്നിടമായി. അന്ന് ഏതാനും ജനലുകൾ തുറന്നു കിടന്നിരുന്നു. ആളകത്തുണ്ട്. ഇന്നതുമില്ല. ഒരു വാതിൽ തുറന്നു കിടക്കുന്നത് കാണാം. ആരോ ഉണ്ടാവും ആ കൂട്ടിൽ. ശിവരാമപിള്ളയെ ലോകം മറന്നു കഴിഞ്ഞു. ഇനിയും ചില ചടങ്ങുകൾക്ക് വേണ്ടി അതങ്ങനെ നിൽക്കുകയാണ്. ഒരു ദിവസം രാവിലെ ആ വീട്ടിലെ ചില മുറികളുടെയെല്ലാം ജനാലുകൾ തുറന്നു. ഗോപൻ വന്നിട്ടുണ്ട്. ശിവരാമപിള്ള കണ്ണുമിഴിച്ച് മുമ്പിൽ നിൽക്കുന്ന ആളെ നോക്കി. ഗോപൻ പറഞ്ഞു, ഞാനാ അച്ഛാ, ഗോപൻ. ഗോപൻ മനസ്സിലായി. പെട്ടെന്ന് തല ഒന്ന് കുനിച്ചു. തല ഉയർത്തിയിട്ട് ശിവരാമപിള്ള ചോദിച്ചു, നീ എപ്പോൾ പോകുന്നു? ആ ചോദ്യം വല്ലാതുള്ള ഒന്നായി കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് തോന്നി. അവർ ചോദിച്ചു, എന്താ ഇത്? എന്തൊരു ചോദ്യമാ? മോൻ വന്നയുടൻ എപ്പ പോകുന്നു എന്ന് ചോദിച്ചത്? ശിവരാമപിള്ള കുഞ്ഞുലക്ഷ്മി അമ്മയെ തുറിച്ചു നോക്കി. അമ്മ മകനോട് പറഞ്ഞു, ഇപ്പോഴിങ്ങനാ. മിണ്ടുകയേയില്ല. മിണ്ടിയാൽ ഇങ്ങനെയൊക്കെയാ. അച്ഛൻ വളരെ മാറിയതായി ഗോപന് മനസ്സിലായി. പ്രജ്ഞയ്ക്ക് കുഴപ്പമില്ല എന്നാണ് കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞത്. പക്ഷേ അധികം സംസാരിക്കുകയില്ല. ഓർത്തോർത്തിരിക്കും. വല്ലപ്പോഴും വല്ലതും പറയും. അത് ബോധത്തോടെ ആയിരിക്കുകയും ചെയ്യും. 2 നാൾ മുമ്പ് തേങ്ങ ഇട്ടു വന്നു. കണക്കുകൾ പറഞ്ഞു. എന്തു വിലയ്ക്ക് തേങ്ങ വിറ്റു, എത്ര തേങ്ങ ഉണ്ടായിരുന്നു എന്നെല്ലാം ശ്രദ്ധയോടെ കേട്ടു. പിന്നീട് കണക്കനുസരിച്ച് മക്കൾക്ക് എത്ര രൂപ വീതമുണ്ടെന്ന് ചോദിച്ചു. കുഞ്ഞുലക്ഷ്മി പറഞ്ഞു, പിന്നെ ഞാൻ കണക്ക് കൂട്ടി പറയേണ്ടതായി വന്നു. പ്രജ്ഞയ്ക്ക് വല്ല കുഴപ്പവും ഉണ്ടോ മകനെ? ഗോപന് പറയാനുള്ളത് അയാളുടെ കാര്യമാണ്. ബോംബെയിൽ നിലനിൽക്കണമെങ്കിൽ കുറേ പണവുമായി ചെല്ലണം. അതേസമയം ബോംബെയിൽ നിന്ന് മാറി നിൽക്കാനും വയ്യ. ഇന്ന് തന്നെ മടങ്ങേണ്ടതാണ്. അടുത്ത ദിവസം പോയേ തീരൂ. അമ്മേ, ഒരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ പേരിൽ ബാങ്കിൽ എത്ര രൂപ കാണും? എനിക്കറിഞ്ഞുകൂടാ മകനെ. പാസ്ബുക്ക് എവിടെയാണ്? അലമാരയിലുണ്ട്. അലമാരിയുടെ താക്കോൽ അച്ഛൻ്റെ പക്കലാണോ? കുഞ്ഞുലക്ഷ്മി അമ്മ ഉത്തരം പറയാൻ ഒന്നും മടിച്ചു. ഗോപൻ വിവശനാകുന്നത് കാണാമായിരുന്നു.